അടിസ്ഥാനത്തിൽ മാത്രമാണ് അനുവദിക്കാൻ പോകുന്നത്. അങ്ങനെയല്ലല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞത്. പ്രകടന പത്രികയിൽ പറഞ്ഞത് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരാഴ്ചക്കകം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTC-യിൽ സൗജന്യമായ ബസ് യാത്ര അനുവദിക്കുമെന്നുള്ളതായിരുന്നു. ആ വാഗ്ദാനം പാലിക്കുന്നതിൽ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ മലക്കം മറിച്ചത്. ഗതാഗത മന്ത്രി പറയുന്നത് ഒരു കാര്യം, മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് മറ്റൊരു കാര്യം. ഗതാഗത മന്ത്രിക്ക് ആദ്യം മുതലേ തന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല. അതാണിപ്പോ പരീക്ഷണാടിസ്ഥാനം, 100 ദിവസത്തെ പഠനം, അതും ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നൊക്കെയുള്ള പുതിയ നിലപാടുമായി സർക്കാർ മുന്നോട്ട് വരാൻ കാരണം. എല്ലാ വിഷയങ്ങളിലും സർക്കാർ ഇതുപോലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്.